ഫ്രണ്ട്സ്, നമ്മുടെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള NPCL അതായത് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പെർമനൻറ്റ് വാക്കൻസിയാണ്, ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ ഉള്ള ജോലി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ വിശദമായിട്ട് കണ്ടതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ സ്റ്റൈപ്പൻഡറി ട്രെയിനി ഓപ്പറേറ്റർ അതുപോലെ മെയിൻറ്റെയിനർ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ +2 കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി IT കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. IT കഴിഞ്ഞവർക്ക് വിവിധ ട്രേഡുകൾ വാക്കൻസി ഉണ്ട്. ആ ട്രേഡ് വൈസ് വാക്കൻസി ഒക്കെ നമ്മൾ പറയാം. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബർ കൗണ്ട് കാണാൻ 69.1K ആയിട്ടുണ്ട്. അത് നിങ്ങളുടെ സപ്പോർട്ടിന് നമുക്ക് ഉടനെ തന്നെ ഒരു 100K അടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ തരുന്ന ഒരു അംഗീകാരമാണ് നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബറിൻ്റെ കൗണ്ട് വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ആ ഒരു നമ്പർ ജസ്റ്റ് സബ്സ്ക്രൈബർ എന്ന് പറയുന്ന അവിടെ നമുക്കൊരു 100K കാണുമ്പോൾ വളരെ സന്തോഷകരമായിരിക്കും. നമ്മുടെ ചാനലിൽ കിട്ടുന്നൊരു അംഗീകാരമാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ആരെങ്കിലും വിട്ടുപോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ വിളിച്ചിരിക്കുന്ന പോസ്റ്റിലും കൂടെ കാണാം. സ്റ്റൈപ്പൻഡറി ട്രെയിനി എന്ന് പറയുന്ന പോസ്റ്റാണ്. അതിൽ തന്നെ മെയിൻറ്റെയിനർ ഓപ്പറേറ്ററാണ് വിളിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ ഡേറ്റ് നമ്മൾ ആദ്യം തന്നെ പറയാം. ഓഗസ്റ്റ് 22 മുതൽ. ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുന്നത് ഓഗസ്റ്റ് 21 ഓഗസ്റ്റ് 22 മുതലാണെങ്കിലും ഞാനത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ കാണിക്കാം. അതോടൊപ്പം തന്നെ ലാസ്റ്റ് ഡേറ്റ് ഫോം ഫില്ല് ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 11/9/2024 കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് മന്ത് 11 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് ഇതിലെ വേക്കൻസികളാണ് നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം സ്റ്റൈപ്പൻഡറി ട്രെയിനി ഓപ്പറേറ്റർ എന്ന് പറയുന്ന പോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ വേക്കൻസി 153 വേക്കൻസിയാണ്. അത് കറണ്ട് വേക്കൻസിയും ബാക്ക്ലോഗ് വേക്കൻസി എന്ന് പറഞ്ഞാൽ, കറണ്ട് വേക്കൻസി പറഞ്ഞാൽ നമുക്ക് ഇപ്പം ലൈവായിട്ടുള്ള വേക്കൻസികളാണ്. ബാക്ക്ലോഗ് വേക്കൻസി എന്ന് പറഞ്ഞാൽ മീൻസ് കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ മുൻപത്തെ പ്രീവിയസ് ഇയറിൽ വന്നിരിക്കുന്ന ആ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ സമയത്ത് അത് ഫില്ലാവാതെ അങ്ങനെ ഒഴിഞ്ഞ് കിടക്കുന്ന വേക്കൻസികളാണ് ശരിക്കും ബാക്ക്ലോഗ് വേക്കൻസി. അത് നികത്താൻ സാധിക്കാത്ത വേക്കൻസികളാണ് ബാക്ക്ലോഗ് വേക്കൻസി എന്ന് പറയുന്നത്. ഓക്കെ, അത് ഇങ്ങനെ റിസർവ്ഡ് വേക്കൻസിക്കാണ് ഉണ്ടാവുക. കാരണം PWD അവർക്ക് കാൻഡിഡേറ്റ്സിന് കിട്ടാത്തത് കൊണ്ട് വരുന്നതാണ്. PWD കാൻഡിഡേറ്റ്സിന് അതിലൊരു വേക്കൻസി ഉണ്ട് കേട്ടോ. ബാക്കിയൊക്കെ നമ്മുടെ ഇപ്പോൾ ഉള്ള വേക്കൻസികൾ തന്നെയാണ്. ഇതും ഈ പറയുന്ന വേക്കൻസിയിലേക്കും അതത് PWD കാൻഡിഡേറ്റ്സിനൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ 152 വേക്കൻസിയാണ് ടോട്ടൽ നമുക്ക് കറണ്ട് വേക്കൻസിയിൽ. അതിൽ 26 വേക്കൻസി SCക്ക്, 20 വേക്കൻസി ST, OBC NCയിലാണെങ്കിൽ 30 വേക്കൻസി, EWS ആണെങ്കിൽ 15, ജനറലിനാണെങ്കിൽ 61 വേക്കൻസി, പിന്നെ PWDക്ക് 7 വേക്കൻസി. അങ്ങനെയാണ് അതിൽ വന്നിരിക്കുന്നത്. പിന്നെ കാറ്റഗറി സെക്കൻഡ് സ്റ്റൈപ്പൻഡിൽ തന്നെ മെയിൻറ്റെയിനർ വിളിച്ചിട്ടുണ്ട്. 115 വേക്കൻസിയാണ് ടോട്ടൽ വന്നിരിക്കുന്നത്. ബാക്ക്ലോഗ് വേക്കൻസി അടക്കം 126 വേക്കൻസി ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് SCക്ക് 19, STക്ക് 14, ദെൻ OBCക്ക് NCയിലാണെങ്കിൽ 23, ദെൻ EWS ആണെങ്കിൽ 11, ദെൻ ജനറൽ ആണെങ്കിൽ 48 വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ടോട്ടൽ. അങ്ങനെ ഈ പറയുന്ന ബാക്ക്ലോഗ് വേക്കൻസിയിൽ നിങ്ങൾക്ക് ടോട്ടൽ 11 വേക്കൻസി വേറെ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഇപ്പം STക്ക് ഒരു 6 വേക്കൻസിയും PWDക്ക് 5 വേക്കൻസി ഇങ്ങനെ റിസർവ്ഡ് വേക്കൻസി ഉണ്ട്. അവർക്ക് മാത്രമേ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ ആകെ മൊത്തം നമുക്ക് 279 വേക്കൻസിയാണ് ടോട്ടൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഡിസിപ്ലിൻ വൈസ് വേക്കൻസി കൊടുത്തിട്ടുണ്ട്. അതായത് മെയിൻറ്റെയിനറിൻ്റെ തന്നെ വിവിധ ട്രേഡിൽ വിളിച്ചിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം ഇലക്ട്രിക്കൽ ടോട്ടൽ വേക്കൻസി മാത്രമേ പറയുന്നുള്ളൂ. റിസർവ്ഡ് വേക്കൻസിയും നിങ്ങൾക്ക് ബാക്ക്ലോഗ് വേക്കൻസി കൂടെ നോക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇലക്ട്രീഷ്യനിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ടോട്ടൽ 26 വേക്കൻസി ഉണ്ട്. ഫിറ്ററിൽ നിങ്ങൾക്ക് 52 വേക്കൻസി, ഇലക്ട്രോണിക്സിൽ 8 വേക്കൻസി, ഇൻസ്ട്രുമെൻറ്റേഷനിൽ നിങ്ങൾക്ക് 25 വേക്കൻസി, മെഷീനിസ്റ്റ് ടേണർ നിങ്ങൾക്ക് 2 വേക്കൻസി, വെൽഡർ 2 വേക്കൻസി, 115 വേക്കൻസി അങ്ങനെ വന്നിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് മറ്റ് ബാക്ക്ലോഗ് വേക്കൻസി ഉണ്ട്, അതിൻ്റെ കാണിക്കും. പിന്നെ നിങ്ങളുടെ റിസർവ്ഡ് വേക്കൻസി ഉണ്ടോ നോക്കാം. ഇൻ കേസ് നിങ്ങൾക്ക് റിസർവ്ഡ് വേക്കൻസി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജനറൽ വേക്കൻസി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് അപ്ലൈ ചെയ്യുന്നത് യാതൊരു പ്രശ്നവും കേട്ടോ. റിസർവേഷനും മറ്റു പരിഗണനകളൊന്നും ഉണ്ടായില്ല എന്നുള്ളൂ. ഓക്കെ, ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് നമ്മൾ നോക്കുന്നത്. എസെൻഷ്യൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പം ഈ പറയുന്ന ഓപ്പറേറ്റർ, അതായത് സ്റ്റൈപ്പൻഡറി ട്രെയിനി കാറ്റഗറി സെക്കൻഡ് നിങ്ങൾക്ക് ഈ ഓപ്പറേറ്റർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് +2 ക്വാളിഫിക്കേഷൻ മതി കേട്ടോ. ഓക്കെ, അത് നിങ്ങൾ ഈ പറയുന്ന ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് നമ്മൾ +2 ലെവലിൽ പഠിച്ചിരിക്കണം. അതായത് +2 സയൻസ് എടുത്തവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ICC കഴിഞ്ഞവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ, സയൻസ് സ്ട്രീമിൽ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന +2 സയൻസ് എടുത്ത് പഠിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. 50% മാർക്ക് നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ടോട്ടൽ പെർസെൻറ്റേജ് 50% മാർക്ക് നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ, അതായത് ഓപ്പറേറ്റർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് +2 സയൻസ് എടുത്ത് പഠിച്ച 50% മാർക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾ +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ചിരിക്കണം എന്നുള്ളൂ. ഓക്കെ, അതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ. വേറെ യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും +2 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മൾ 10ാം ക്ലാസ് ലെവലിൽ ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റായിട്ട് പഠിക്കണം എന്നുള്ളതാണ്. അത് നമ്മൾ പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മളത് നോക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ അത് എലിജിബിൾ ആണ്. ഓക്കെ, 10ാം ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റായിട്ടൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മളത് നോക്കണ്ട.
ഇതിനടുത്ത് നമ്മൾ നോക്കുന്നത് സ്റ്റൈപ്പൻഡറി ട്രെയിനി മെയിൻറ്റെയിനർ ആണ്. മെയിൻറ്റെയിനർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ 10ാം ക്ലാസ്സും ITI മതി. അതിൻ്റെ കാര്യം ഞാൻ പറയാം. 10ാം ക്ലാസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന നമ്മൾ 10ാം ക്ലാസ്സിൽ സയൻസ് സബ്ജക്റ്റുകൾ പഠിക്കുന്നുണ്ട് അല്ലേ, നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ദെൻ നമ്മൾ ബയോളജി ഇതൊക്കെ പഠിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് എന്താണ് 50% മാർക്ക് ഇൻഡിവിജ്വലി നമ്മൾ ഓരോന്നിലും വാങ്ങണം. അതോടൊപ്പം തന്നെ മാത്തമാറ്റിക്സ് ആണെങ്കിൽ നമ്മൾ മാത്തമാറ്റിക്സിലും എന്താണ് 50% മാർക്ക് വേണം. അപ്പോൾ സയൻസ് സബ്ജക്റ്റിൽ നമുക്ക് 50% മാർക്കും ഈ പറയുന്ന മാത്തമാറ്റിക്സിൽ നമുക്ക് 50% മാർക്ക് ഉണ്ടായിരിക്കണം. അതല്ലാതെ 10ാം ക്ലാസ്സിലെ ടോട്ടൽ പെർസെൻറ്റേജിൻ്റെ ആ ഒരു പെർസെൻറ്റേജ് അല്ല ഇവിടെ പറയുന്നത്. ഈ പറയുന്ന സയൻസിലും അതുപോലെ തന്നെ സയൻസ് സബ്ജക്റ്റുകളിലും അതുപോലെ തന്നെ മാത്തമാറ്റിക്സിലും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, 50% മാർക്ക് വാങ്ങിയിരിക്കണം. അതാണ് 10ാം ക്ലാസ്സിൻ്റെ കാര്യം. പ്ലസ് അതിൻ്റെ കൂടെ നമുക്ക് എന്താണ് 2 വർഷം ഡ്യൂറേഷനുള്ള ITI ഉണ്ടായിരിക്കണം. ഇനി 2 വർഷമല്ല, 1 വർഷം കഴിഞ്ഞവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതിൻ്റെ കാര്യം ഞാൻ പറയാട്ടോ, അവർ സ്കിപ്പ് ചെയ്ത് പോകണ്ട. അപ്പോൾ 2 വർഷം ഡ്യൂറേഷനുള്ള ITI കഴിഞ്ഞിരിക്കണം. ITI കഴിഞ്ഞിരിക്കുന്ന ട്രേഡുകളുടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്, ടേണർ, വെൽഡർ. ഈ പറഞ്ഞിരിക്കുന്ന അതത് ട്രേഡുകൾ നിങ്ങൾ 2 വർഷം ഡ്യൂറേഷനുള്ള ITIയും ഈ മുകളിൽ പറഞ്ഞ രീതിയിൽ 10ാം ക്ലാസ്സും കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യാതൊരു എക്സ്പീരിയൻസോ കാര്യങ്ങളോ വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു 1 വർഷത്തെ ITI ആണ് നിങ്ങൾ കഴിഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സംഭവം അഡീഷണൽ ആയിട്ട് ആവശ്യമാണ്. അതെന്താണെന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് വേണം. ഓക്കെ, അതായത് 2 വർഷം ITI ചെയ്യാതെ 1 വർഷം ഡ്യൂറേഷനുള്ള ITI ആണ് നിങ്ങൾ ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് അഡീഷണൽ ആയിട്ട് എന്ത് വേണം, 1 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇനി ഈ 1 വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇല്ലാതിരിക്കാം. നിങ്ങൾ അപ്രൻറ്റീഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എക്സ്പീരിയൻസ് ആയിട്ട് പരിഗണിക്കുന്നതാണ്. അത് വെച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതൊക്കെ വ്യക്തമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. ഇതൊന്നും ഞാനായിട്ട് പറയുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ 2 വർഷം ഡ്യൂറേഷനുള്ള ITI കഴിഞ്ഞവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 1 വർഷം ഡ്യൂറേഷനുള്ള ITI കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം. 2 വർഷം ഡ്യൂറേഷനുള്ള ITI കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് യാതൊരു എക്സ്പീരിയൻസോ അപ്രന്റീഷിപ്പോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. 1 വർഷം ഡ്യൂറേഷനുള്ള ITI നിങ്ങൾ അതത് ട്രേഡിൽ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ട്രേഡിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 വർഷത്തെ മിനിമം ഒരു എക്സ്പീരിയൻസോ അതല്ലെങ്കിൽ നിങ്ങൾ എന്താണ് എക്സ്പീരിയൻസിന് പകരമായിട്ട് അപ്രന്റീഷിപ്പോ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്രന്റീഷിപ്പ് എക്സ്പീരിയൻസ് പകരമായിട്ട് ഇതിൽ എന്ത് ചെയ്യും കണക്കാക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വേറെ യാതൊരുവിധ ക്വാളിഫിക്കേഷനോ കാര്യങ്ങളോ എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്രന്റീഷിപ്പിൻ്റെ ആ ഒരു വില നിങ്ങൾക്ക്, അതിൻ്റെ ആ ഒരു മൂല്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നു വിചാരിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും അപ്രന്റീഷിപ്പ് ചെയ്യാത്തതുണ്ടെങ്കിൽ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന 10ാം ക്ലാസ് ലെവൽ ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ പഠിക്കുന്നുണ്ട്, അത് നമ്മൾ നോക്കേണ്ട ആവശ്യമേ ഇല്ല. ഇത്രയുമാണ് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് കണ്ട് നിങ്ങൾ പോകണ്ട, കാരണം ഇതിൽ റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഈ പറയുന്ന ഓപ്പറേറ്റർ മെയിൻറ്റെയിനർ ആണെങ്കിൽ മിനിമം നമ്മൾ 160 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. വെയിറ്റ് മിനിമം ഒരു 45.5 കിലോഗ്രാംസ് വെയിറ്റ് നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, പക്ഷേ ഇവിടെ പറയുന്നുണ്ട് മെഡിക്കലി നമ്മൾ ഫിറ്റ് ആണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡിൽ റിലാക്സേഷൻ നമുക്ക് കിട്ടും. കാരണം ഇത് അങ്ങനത്തെ പോസ്റ്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 160 തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ 160 ഇല്ലെങ്കിൽ നിങ്ങൾ മെഡിക്കലി ഓക്കെ ആണെങ്കിൽ നമുക്ക് വേറെ ശാരീരിക പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നിങ്ങൾ ഇവിടെ ഇതിൻ്റെ പേ സ്കെയിലും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അപ്രോക്സിമേറ്റ് നമുക്ക് ഇതിലേക്ക് പെർമനൻ്റ് ആയിട്ട് നമ്മൾ പ്ലേസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന കയ്യിൽ കിട്ടുന്ന എമൗണ്ട് ആണ് മന്ത്ലി 32,550 കിട്ടുക. അത് മാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ കാണാം ഒട്ടനവധി അലവൻസ് കാര്യങ്ങളുണ്ട്. TA നിങ്ങൾക്ക് കാണാം, അതുപോലെ ലീവ് ട്രാവൽ അലവൻസ്, ഹൗസ് റെൻ്റ് അലവൻസ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് സൈറ്റ് ലൊക്കേഷൻ അലവൻസ്, പ്രൊഫഷണൽ അപ്ഡേറ്റ് അലവൻസ്, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. എംപ്ലോയി ബെനിഫിറ്റും അങ്ങനെ ഒരുപാട് നിങ്ങൾക്ക് ലീവ്, അങ്ങനെ കുറേ ലീവ് അലവൻസ് കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിൽ വരുന്നുണ്ട് കേട്ടോ. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അസിസ്റ്റൻസ്, ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഓക്കെ, മൊബൈൽ ഫോൺ ചാർജസിനുള്ള അങ്ങനെയുള്ള എമൗണ്ട് ഇതൊക്കെ നമുക്ക് കിട്ടും. ഒരുപാട് അലവൻസിലൂടെ നിങ്ങൾക്ക് ജസ്റ്റ് റീഡ് ചെയ്യാവുന്നതാണ്, എല്ലാം വായിക്കുന്നില്ല. ഇതിൽ പെർമനൻ്റ് ആയാൽ, അപ്പോൾ പെർമനൻ്റ് ആകുന്നതിന് മുൻപ് നിങ്ങൾക്ക് 2 വർഷം ട്രെയിനിങ് ഉണ്ടായിരിക്കും. ആ 2 വർഷം ട്രെയിനിങ്ങിൻ്റെ സമയത്ത് കിട്ടുന്ന എമൗണ്ട് ആണ് ഇവിടെ പറയുന്നത്. ഒരിക്കലും ഇതെന്താണ് ടെമ്പററി പോസ്റ്റ് അല്ല, പെർമനൻറ്റ് വേക്കൻസി എന്നാണ്. ട്രെയിനിങ് നിങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള കണ്ടീഷനേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ട്രെയിനിങ് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് 20,000 അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. 20,000 പെർ മന്ത് കിട്ടും. രണ്ടാമത്തെ വർഷം മന്ത്ലി നമുക്ക് 22,000 വെച്ച് പെർ മന്ത് ലഭിക്കും. പിന്നെ നമുക്കൊരു 1 ടൈം ഗ്രാൻഡ് ആയിട്ട് ബുക്ക് അലവൻസ് എന്നിട്ട് 3,000 അതിൻ്റെ കൂടെ നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് നമുക്ക് ട്രെയിനിങ് ഡ്യൂറേഷനിൽ കിട്ടുക. അങ്ങനെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടെക്നീഷ്യൻ B എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഗ്രൂപ്പ് സിയിലേക്കാണ് നിങ്ങളെ പ്ലേസ് ചെയ്യുക. ഓക്കെ, അതിൻ്റെ പേ സ്കെയില് ഈ പറയുന്ന ലെവൽ 3 ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് വെച്ച് നമുക്ക് ഏകദേശം 32,550 രൂപയാണ് നമുക്ക് മന്ത്ലി ലഭിക്കുക എന്നുള്ളത്, നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ലഭിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റാണ് നമ്മൾ പറയുന്നത്. 11/9/2024 കണക്കാക്കിയിട്ട് നിങ്ങൾക്ക് മിനിമം 18 കഴിയുകയും 24 കഴിയാനും പാടില്ല. മിനിമം 18 to 24 വയസ്സുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 29 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ അവർക്ക് 20
27 OBC NC ആണെങ്കിൽ 27 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏജിലൊക്കെ കൺഫ്യൂഷൻ ഉണ്ട്, നമ്മുടെ ജസ്റ്റ് ഗൂഗിളിൽ നിങ്ങൾ ജിയോസിയൽ എജുലാൻഡ് എന്ന് അടിച്ചു കൊടുത്താൽ നമ്മുടെ വെബ്സൈറ്റിൽ കയറാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് ഇതാ ഈസി ടൂൾ എന്നുള്ള ഭാഗമുണ്ട്. ഈസി ടൂളൊന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഞാൻ ഏജ് കാൽക്കുലേറ്റർ കൊടുത്തിട്ടുണ്ട്. ഇത് അറിയുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയൊക്കെ സീക്ക് ചെയ്ത് കാണാം കേട്ടോ. അറിയാത്തവരാണെങ്കിലാണ് പറയുന്നത്. ഏജ് കാൽക്കുലേറ്റർ എന്നുണ്ട്. ആ ഏജ് കാൽക്കുലേറ്റർ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ ഏജ് കണക്കാക്കാൻ പറ്റും. ഓക്കെ, എത്ര ഡേറ്റ് മന്ത് ഇയർ ഒക്കെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അത് വെച്ച് നിങ്ങൾ എലിജിബിൾ ആണോ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ മിനിമം ഏജ് 18, ഈ പറയുന്ന ഡേറ്റ് ആണ് 11/9/2024. മിനിമം ഏജ് 18 ആയിരിക്കണം, മാക്സിമം 24. ഓക്കെ, SC/ST ആണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു 5 വർഷം, OBCക്ക് 3 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട്. PWD ആണെങ്കിൽ 10 മുതൽ 15 വർഷം വരെ അവർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. എക്സ് സർവീസ്മാനും അതുപോലെ തന്നെ ഡിവോഴ്സ്ഡ് ആയുള്ള വനിതകൾക്കൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡിവോഴ്സ്ഡ് ആയുള്ള വനിതകൾക്കൊക്കെ 30 to 40 വരെയൊക്കെ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ രാവത്പട്ട രാജസ്ഥാൻ സൈറ്റിലായിരിക്കും കേട്ടോ. അങ്ങനെയാണെങ്കിലും നമ്മൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാൻ വില്ലിങ് ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ഇതിലേക്കുള്ള സെലക്ഷൻ പ്രോസസ്സാണ് ഇവിടെ പറയുന്നത്. ഇതിൽ നമുക്ക് ഓപ്പറേറ്റർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടാവും. സ്റ്റേജ് 1 പ്രിലിമിനറി ടെസ്റ്റും, അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ സ്റ്റേജ് 2 അഡ്വാൻസ്ഡ് ടെസ്റ്റുമാണ് ഉണ്ടായിരിക്കുക. അത് കഴിഞ്ഞിട്ടാണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ടാവും. കാരണം ഹൈറ്റ് ഒക്കെ ഉണ്ടോ നോക്കും. അതില്ലെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് മെഡിക്കലൊക്കെ നമ്മൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് അതിൽ റിലാക്സേഷൻ കിട്ടും ഞാൻ പറഞ്ഞു. പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനാണ്. ഓക്കെ, ഈ പറയുന്ന എക്സാം ചിലപ്പോൾ OMR ബേസ്ഡോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡോ ടെസ്റ്റ് ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് മെയിൻ്റനർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ പറഞ്ഞ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് സ്കിൽ ടെസ്റ്റും പാടെ ഉണ്ടാവും കേട്ടോ. അതായത് ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും എന്നുള്ളതും പാടെ നിങ്ങൾ അഡീഷണലായിട്ട് കൂട്ടിച്ചേർക്കാം. ഓക്കെ, അപ്പോൾ പ്രിലിമിനറി ടെസ്റ്റിൽ പ്രധാനമായിട്ടും ഉണ്ടായിരിക്കുക 50 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഈ പറയുന്ന ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്സ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് സയൻസ്, അതുപോലെ ജനറൽ അവയർനെസ്, ഇത് 20 10 ക്വസ്റ്റ്യൻ ഇങ്ങനെ വെച്ചിട്ടാണ് വരുന്നത് കേട്ടോ. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത്യാവശ്യം ഒന്ന് നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ കയറാൻ പറ്റും. ദെൻ പിന്നെ അഡ്വാൻസ്ഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന 150 മാർക്കിനായിരിക്കും ഉണ്ടായിരിക്കും അഡ്വാൻസ്ഡ് ടെസ്റ്റ്. അത് ഓപ്പറേറ്റർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ +2 സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ലെവലിൽ വെച്ചുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. എന്നാൽ മെയിൻറ്റെയിനർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡ് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ കീ ഉള്ളതും ഇല്ലാത്തതൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ജസ്റ്റ് ഞാൻ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യണമെന്ന് കാണിക്കാം കേട്ടോ. അത് മാത്രമല്ല ഇതിലേക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വെയിറ്റിംഗ് ലിസ്റ്റും പാടുണ്ടാവും. അതായത് നിങ്ങൾ ഇതിലേക്ക് സെലക്ട് ആയി കഴിഞ്ഞാൽ 1 വർഷം അത് വെയിറ്റ് ലിസ്റ്റ്, ഇപ്പോൾ നമ്മൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സെലക്ഷൻ കിട്ടണമെന്നില്ല. അപ്പം കിട്ടാത്ത ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും, ഒരു ലിസ്റ്റ് അവർ തയ്യാറാക്കി വെക്കും. അപ്പോൾ സെലക്ഷൻ കിട്ടിയിട്ട് വിവിധ ജോലികൾക്ക് കിട്ടി, അല്ലെങ്കിൽ അങ്ങനെ അതിൽ ജോയിൻ ചെയ്യാതെ, അല്ലെങ്കിൽ അതിൽ നിന്നും റിസൈൻ ചെയ്ത് പോകുന്നത്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടാകും. അല്ലെങ്കിൽ അഡീഷണൽ വേക്കൻസി വരാം. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് 1 വർഷത്തിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും, നമുക്ക് അങ്ങനെ എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിനുള്ളൊരു പോസിബിലിറ്റി ഇവിടെ 1 വർഷം ഇതിൻ്റെ വെയിറ്റ് ലിസ്റ്റും പാട് അവർ തയ്യാറാക്കി വെക്കുന്നുണ്ടെന്ന് നല്ലൊരു കാര്യം തന്നെയാണ്. ഓക്കെ, പിന്നെ ഈ പറയുന്ന എക്സാം സെൻറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് കേരളത്തിൽ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. ഇനി അപേക്ഷയുടെ അനന്തരക്കനുസരിച്ച് അവർ എന്തെങ്കിലും ഇടുമെന്ന് അറിയില്ല. ഓക്കെ, എങ്കിലും നമ്മൾ പുറത്തൊക്കെ പോയിട്ട് എഴുതേണ്ടി വരും. അതെവിടെയാണെന്ന് അവർ പറഞ്ഞിട്ടില്ല കേട്ടോ. ഓക്കെ, എനിക്ക് തോന്നുന്നു മേ ബി രാജസ്ഥാൻ തന്നെ ആയിരിക്കും അധികവും, അല്ലെങ്കിൽ അതിന് നമുക്ക് മെയിൻ ആയിട്ടുള്ള ഏതെങ്കിലും സിറ്റികളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ ചെന്നൈ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, പ്രത്യേകമായിട്ട് എവിടെയും പറഞ്ഞതായിട്ട് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഓക്കെ, ഇനി ഇവിടെ ഈ പറയുന്ന റിട്ടൺ എക്സാമിനേഷന് SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ഇവിടുന്ന് പോവുകയാണെങ്കിൽ, കേരളത്തിൽ നിന്നൊക്കെ പോവുകയാണെങ്കിൽ അവർക്ക് എന്താണ് നിശ്ചിതമായിട്ടുള്ള ട്രെയിൻ ഫെയർ കാര്യങ്ങളൊക്കെ ലഭിക്കും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഓൺലൈനായിട്ട് ഫില്ല് ചെയ്യുന്നതിന് മുൻപ് നമുക്കൊരു ഫോട്ടോഗ്രാഫ് വേണം, ഒരു സിഗ്നേച്ചറും വേണം. ഫോട്ടോഗ്രാഫ് 50 KB കൂടാനും പാടില്ല, 10 KB കുറയാനും പാടില്ല. JPG ഫോമായിട്ട് ആയിരിക്കണം. അതിൻ്റെ ഡയമെൻഷൻ 450 to 650 പിക്സലൊക്കെ ആയിരിക്കണം മാക്സിമം. അതിൽ കൂടാൻ പാടില്ല കേട്ടോ. ആ ഒരു ഡയമെൻഷൻ കീപ്പ് ചെയ്യണം. അതോടൊപ്പം തന്നെ സിഗ്നേച്ചർ ആണെങ്കിൽ 20 KB കൂടാൻ പാടില്ല. ഫയൽ സൈസ് അത് 80 to 100 പിക്സലിൻ്റെ ആ റേഞ്ചോ, അല്ലെങ്കിൽ 160 x 560 പിക്സൽ എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലുള്ള ഒരു പിക്സൽ ആയിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഡയമെൻഷൻ വരേണ്ടത് കേട്ടോ. ഓക്കെ, പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഓൺലൈനായിട്ട് അപേക്ഷ നൽകുന്ന സമയത്ത് നമ്മളൊക്കെ ആപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട്. 100 രൂപയാണ് അപേക്ഷ ഫീസ് വരുന്നത്. അത് മെയിൽ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള ജനറൽ EWS OBC കാൻഡിഡേറ്റ്സിനാണ് 100 രൂപ ഫീ ആയിട്ട് അടയ്ക്കേണ്ടത്. ബാക്കിയുള്ള SC/ST, അതുപോലെ PWD, എക്സ് സർവീസ്മാൻ, അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് യാതൊരുവിധ ഫീസ് കൊടുക്കേണ്ട, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യേണ്ട, യാതൊരുവിധ ഫീസും കൊടുക്കേണ്ട. SC/STക്ക് വേണ്ട, PWD കാൻഡിഡേറ്റ്സിനുണ്ട്, എക്സ് സർവീസിനൊന്നും യാതൊരുവിധ ഫീൻ്റെയും ആവശ്യമില്ല കേട്ടോ. ഇനി ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ആണ്, ഒന്നും കൂടെ പറയാം. 22/8/2024 സ്റ്റാർട്ട് ചെയ്ത് 11/9/2024 ക്ലോസിംഗ് ഡേറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ,
അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒന്നിലധികം പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം, അതിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് ഫീ പേയ്മെൻ്റ് ഒക്കെ കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോ പോസ്റ്റിനും അപ്ലൈ ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഫീ പേയ്മെൻറ്റും കൊടുക്കണം. പക്ഷേ അതിൻ്റെ ഉത്തരവാദി, അതായത് ഫോർ എക്സാമ്പിൾ സെയിം ഡേ ആണ് ഈ പറയുന്ന നമ്മൾ കൊടുത്ത 2 പോസ്റ്റിനും എക്സാം എങ്കിൽ അവിടെ നമുക്ക് നിങ്ങളുടെ ചോയ്സാണ് ഏത് എഴുതണം എന്നുള്ളത് കേട്ടോ. അങ്ങനെയൊക്കെ വരാം, അതുകൊണ്ട് അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് പ്രത്യേകം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് ഇതിൽ ഇനി നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മൾ ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത കാര്യങ്ങളായിട്ട് പറയുന്നത്. ഇനി നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്ത് ചെയ്യും, അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് തരും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സൈഡിലേക്കാണ് നിങ്ങൾ വരിക. ഇവിടെ കാണാം NPC റിക്രൂട്ട്മെൻറ്റ് പറഞ്ഞിട്ട് താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരിക. നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് ലിങ്കിൽ കാണാം. ഇമ്പോർട്ടൻറ്റ് ലിങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ കാണാം, അപ്ലൈ നൗ എന്നുള്ള ലിങ്കും കാണാം. ഓക്കെ, അപ്പോൾ നോട്ടിഫിക്കേഷൻ്റെ മുകളിൽ നിങ്ങൾക്ക് NPCL PYQ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ജസ്റ്റ് ഡൗൺലോഡ് എന്നുള്ളത് കൊടുത്താൽ നിങ്ങൾക്ക് എന്താണ്, ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത കുറച്ചുണ്ട്, ഇനി നമ്മൾ കുറച്ചും കൂടെ അപ്ലോഡ് ചെയ്ത് അത് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഉള്ളത് നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ കണ്ടീഷനൊക്കെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ നോട്ടിഫിക്കേഷൻ എന്നുള്ളത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കാണിക്കാം. അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഹിന്ദിയിലാണ് ബൈ ഡീഫോൾട്ടായിട്ട് വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, ഇനി നമ്മളിവിടെ ഇംഗ്ലീഷ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ ആ ഇംഗ്ലീഷ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിലൂടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഹിന്ദിയിലാണെന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിടാണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 2 ഓപ്ഷനാണ്. ഒന്ന് രജിസ്ട്രേഷൻ, ആദ്യമായിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യണം ഇതിൽ. അതിനുശേഷം നമുക്ക് ഇവിടെ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. രജിസ്റ്റർ ചെയ്താൽ നമുക്ക് ലോഗിൻ ഐഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാം. ഞാൻ ഇതുവരെ നമ്മൾ രജിസ്റ്റർ ചെയ്തില്ല. അപ്പോൾ ഞാനിന്ന് വീഡിയോ ചെയ്യുന്ന ദിവസം എന്ന് പറയുന്നത് 21/8/2024 ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ നാളെയാണ്, 22/8 ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഓഗസ്റ്റ് 22 ഞാനിന്ന് വീഡിയോ ചെയ്യുന്നത് ഓഗസ്റ്റ് 21. അപ്പോൾ എനിക്കിതിൽ രജിസ്റ്റർ ചെയ്ത് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇവിടെ ക്ലിക്ക് ഫോർ ന്യൂ രജിസ്ട്രേഷൻ കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും രജിസ്ട്രേഷൻ നോട്ട് സ്റ്റാർട്ടഡ്. അപ്പോൾ നാളെ നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇവിടെ ഫോമൊക്കെ കാണാൻ പറ്റും, അതങ്ങനെ ഫില്ല് ചെയ്ത് പോയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഫില്ല് ചെയ്ത് കാണിക്കാം. അതിന് കൂടുതൽ കമൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ദയവായി കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ, കാരണം യൂസ്ഫുൾ ആണെങ്കിൽ. വെറുതെ നമ്മൾ കുറേ വീഡിയോ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ കൂടുതൽ കമൻറ്റിൻ്റെ മാത്രമേ അതിൻ്റെ ആ ഒരു എങ്ങനെയാണ് അതിൻ്റെ ഒരു ഡെമോ വീഡിയോ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് SC/ST OBCൻ്റെ ഡൗൺലോഡ് ഫോംസ് എന്നുള്ളത് കാണാം. SC/ST OBC EWS അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ, PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നമ്മൾ തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ മാതൃകകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സെയിം മാതൃകയുള്ള സർട്ടിഫിക്കറ്റിന് നമ്മൾ റെഡിയാക്കാൻ നോക്കുക. അത് സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിനായിരിക്കണം. അതൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക. താങ്ക് യു.